ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും ഗോവിന്ദനെയും അനിയാണ്. അപ്പൊ അനി വീട്ടുകാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. അവർക്കൊരു പുതിയ വീടെടുത്ത് കൊടുത്തല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇന്ന് അറിഞ്ഞല്ലോ അല്ലെ. അങ്ങനെ നമ്മുടെ ആദർശ ഒരു വലിയൊരു വീട് തന്നെയാണ് അവർക്ക് എടുത്തു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നയനയ്ക്ക് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു വീട് വേണം. അപ്പൊ അതുകൊണ്ടാണ് ആദർശ് അങ്ങനെ ചെയ്തത്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അനിയാണ് കേട്ടോ. അപ്പൊ അനി അങ്ങോട്ടേക്ക് വന്നതും നമ്മുടെ ഗോവിന്ദന് പുറത്തു പോകണം. അപ്പൊ നന്ദു അവിടെ തന്നെ ഉള്ളൂ. അപ്പം അനി അവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷേ അതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ. അനിയുടെ ജീവിതം തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി. ഒന്നാമത് സ്വസ്ഥതയും സമാധാനവും ഇല്ല. അനാമിക നമ്മുടെ അനിയോ നന്ദുവിനോ ഒന്ന് ഒരുമിച്ച് കണ്ടാൽ തന്നെ പ്രശ്നം. അപ്പൊ ഒരു വീട്ടിലും കൂടെ ഒരുമിച്ചാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. അപ്പം നമ്മുടെ അനിക്കും എന്തോ പോലെ ആയിപ്പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്. അനി ഡയറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തു, എനിക്ക് മനസ്സിലായി, അച്ഛൻ പറഞ്ഞ കാര്യം അങ്കിള് പറഞ്ഞ കാര്യം എനിക്ക് പിടികിട്ടി, ഞാനിപ്പോ ഇവിടെ നിൽക്കാൻ പാടില്ലെന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നന്ദുവും പറയുന്നുണ്ട് കേട്ടോ, അനി അച്ഛൻ പറയുന്നത് കൊണ്ട് അനിയൊന്നും തെറ്റിദ്ധരിക്കരുത്. കാരണം അനിക്കും അറിയാവുന്നത് തന്നെയാ അനിയുടെ ഭാര്യയുടെ സ്വഭാവം. ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഞാൻ കാരണം തകരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടുമല്ല, അനിയുടെ നല്ലതിന് വേണ്ടി തന്നെയാ. അതുകൊണ്ട് അച്ഛന്റെ കൂടെ അനി പോകുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് നമ്മുടെ നന്ദുവും പറയാ. അങ്ങനെ നമ്മുടെ അനിയും ഗോവിന്ദനും അവിടെ നിന്ന് പോകുന്നു. അത് നോക്കിക്കൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനകദുർഗ നയനയുടെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ കനകദുർഗ നയനയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മോൾ അറിഞ്ഞോ, ഒരു കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. എന്താമ്മേ, എന്തറിഞ്ഞോന്നാ ചോദിക്കുന്നത്. വേറൊന്നുമല്ല, ആദർശ് മോന് നമുക്കൊരു വീട് മേടിച്ചു തന്നു. ഇത് കേട്ടതും എന്താമ്മേ ആദർശേട്ടന് വീട് മേടിച്ചു തന്നെന്നോ? അതെ മോള്, ഒത്തിരി വിഷമിക്കൊന്നും ചെയ്യരുത്. ആദർശ് പറഞ്ഞു, വേറെ ഒന്നും കൊണ്ടും അല്ല, നയനെ നിന്നെ ഇനി ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകാനുള്ളത്. അറിയാലോ, നമ്മുടെ വീടിന്റെ സൗകര്യങ്ങളോ അസൗകര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. ഈ ഒരു അവസ്ഥയില് ആദർശ് മോന് നിനക്ക് നല്ല ഫെസിലിറ്റീസ് ഉള്ള വീടൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അത് എതിർക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ടാണ് ഞങ്ങളും പിന്നെ ഇതിനെ സമ്മതിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അമ്മേ വേണ്ടായിരുന്നു, അത് ആദർശേട്ടനൊരു ബുദ്ധിമുട്ട് ആദർശ് മോനോട് ഞാൻ ആവുന്ന തരത്തിൽ പറഞ്ഞതാ. മോളുടെ അച്ഛനും പറഞ്ഞതാ. അല്ല, അച്ഛൻ ഈ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛനോട് പറയണമല്ലോ. മോളെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ തന്നെ പറഞ്ഞോളാം. ഏതായാലും ഇപ്പൊ പറയുന്നില്ല. ഇപ്പം വീടെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നന്ദുവും മോളുടെ അച്ഛനും അവിടെ ഉള്ളത്. അനി ആ കാര്യങ്ങളൊക്കെ നടത്തുന്നെന്ന് പറഞ്ഞപ്പം അനിയനൊന്ന് സൂക്ഷിച്ചോണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടും അല്ല, വിശ്വാസക്കുറവില്ലാഞ്ഞിട്ടൊന്നുമല്ല. അനാമിക അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ ജീവിതം തന്നെയാ പോകുന്നത്. അനാമികയ്ക്ക് അനിയും നന്ദുവും ഒരുമിച്ച് സംസാരിക്കുന്നതോ അവർ ഒരുമിച്ച് നിൽക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടില്ല. നമ്മളായിട്ട് വെറുതെ എന്തിനാ അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇല്ല മോളെ, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും നന്ദു ഇനി അനിയനെ ആഗ്രഹിക്കില്ല. അനിയെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതൊന്നും നന്ദുവിന്റെ മനസ്സിലിപ്പോ ഇല്ല. അതൊക്കെ അവൾ വേറെ പിഴുതെറിഞ്ഞ് കളഞ്ഞു. പിന്നെ അവളുടെ പഴയ പോലത്തെ കളിയും ചിരിയും ആ ചുണയും അവക്കിപ്പോ ഇല്ല. പക്ഷെ അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. എന്റെ മോൾ ആദ്യം ജീവിതത്തിലേക്കൊന്ന് വാ. എന്റെ മോള് ആദ്യം ഈ അവസ്ഥയിൽ നിന്ന് എണീക്കും. അത് കഴിഞ്ഞ് വേണം നമുക്ക് എല്ലാം ശരിയാക്കി എടുക്കാൻ. ദേവയാനിനെ ഓപ്പറേഷത്തിന് കയറ്റിയേക്കുക. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാവരും. ഹേയ്, ഒരു പ്രശ്നം ഉണ്ടാവില്ലമ്മേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാം അമ്മയുടെ ജീവിതം തിരികെ പിടിക്കണം. ആദർശേട്ടൻ ഏറെ സ്നേഹിക്കുന്ന, എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന, എന്നെക്കാൾ സ്നേഹിക്കുന്നതാണ് ആദർശേട്ടന്റെ അമ്മേനെ. അതുകൊണ്ട് തന്നെ ആദർശേട്ടന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയല്ലേ. ആദർശേട്ടന്റെ ജീവൻ രക്ഷിക്കുന്ന പോലെ തന്നെയല്ലേ എനിക്കതും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കർത്തവ്യം ഏറ്റെടുത്തത് എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും ആദർശ് കയറി വരികയാണ് നയനയുടെ അടുത്തേക്ക്. അപ്പൊ തന്നെ നമ്മുടെ കനകദുർഗ പറഞ്ഞു, എങ്കിൽ പിന്നെ മോന് സംസാരിച്ചിരിക്കുക, ഞാനങ്ങോട്ട് വെളിയിലേക്ക് ഇറങ്ങി നിൽക്കാന്ന് പറഞ്ഞപ്പോ, ഹേ അമ്മ ഇവിടെ നിന്നോളാൻ പറഞ്ഞപ്പം നമ്മുടെ കനകദുർഗ പറഞ്ഞു, വേണ്ട മോന് സംസാരിക്കും, മോളോട് ഞാൻ ഇത്രയും നേരം സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞ് കനകദുർഗ അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. അപ്പം നമ്മുടെ നയനി ഇങ്ങനെ ആദർശിനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട്, എന്തിനാ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ ചെയ്തതിന് പ്രത്യുപകാരമായിട്ടാണോ ആദർശേട്ടൻ ആ ഒരു വീട് അച്ഛന്റെയും അമ്മയുടെയും പേരിൽ എഴുതി കൊടുത്ത് പുതിയൊരു വീടൊക്കെ എടുത്തു കൊടുത്തതെന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് നയനയുടെ വായി ഇങ്ങനെ പൊത്തിയിട്ട് പറഞ്ഞു, നയന നീ അങ്ങനെയൊന്നും പറയരുത്. ഒരിക്കലും ഇത് പ്രത്യുപകാരമൊന്നും അല്ല. ഒരിക്കലും എനിക്ക് അങ്ങനെ പ്രത്യുപകാരം ചെയ്യേണ്ട കാര്യമില്ല. കാരണം നയനെ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. ആദർശേട്ടൻ എന്നെ അറിയാമെന്ന് എനിക്കറിയാം. അറിയാലോ, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിലെ ഒരു മടിയുമില്ല. നമ്മുടെ കല്യാണീനെ അറിയില്ലേ, കല്യാണി അങ്ങനെയാണെന്ന് ആദർശേട്ടൻ അറിയാലോ. അവളുടെ കൂടെയാണ് ഞാൻ നടന്നതും. എന്റെ കളിക്കൂട്ടുകാരി തന്നെയാ, അവളുടെ അതേ പകർപ്പ് തന്നെയാ ഞാനും. ആരെ സഹായിക്കാനും എനിക്ക് ഒരു പ്രശ്നമില്ല. അതിപ്പം അമ്മായിയമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും എൻ്റെ ശത്രുക്കളാണെങ്കിലും
ഒരു ജീവൻ പകുത്തു നൽകുക എന്ന് പറയുന്നത് അത് ദൈവം എനിക്ക് തന്നൊരു അനുഗ്രഹമല്ലേ. എന്നിലൂടെ ഒരാൾ ജീവിക്കുക എന്ന് പറയുമ്പം ഞാൻ ഒരാൾക്ക് കൊടുക്കുന്ന ജീവന് അത് എത്രത്തോളം മൂല്യമുള്ളതാണെന്ന് ആ മറ്റുള്ളവർക്ക് മനസ്സിലാവൂലേ. ഏതായാലും വേറെ ആർക്കും അല്ലല്ലോ, ആദർശേട്ടന്റെ അമ്മയ്ക്ക് തന്നെയല്ലേ എനിക്ക് ജീവൻ പകുത്തു തരാൻ കഴിഞ്ഞത്. അത് തന്നെയാ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അല്ല നയനെ, ഇത് അറിയണ്ടേ, ഇത് നമ്മുടെ അമ്മ അറിയണ്ടേ. അമ്മ അറിയണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ അസുഖമൊക്കെ ഭേദമായി കഴിയുമ്പം ഇത് ഞാൻ അമ്മയോട് പറയും. അമ്മയോട് ഇത് പറഞ്ഞു കഴിയുമ്പം നിന്നെ അമ്മ ചേർത്ത് പിടിക്കും, നിന്നെ അമ്മ സ്നേഹിക്കും. അതെനിക്ക് കാണണം. ആദർശേട്ടന് ഒത്തിരി ആഗ്രഹിക്കുകയൊന്നും ചെയ്യണ്ട. ഇതറിഞ്ഞു കഴിയുമ്പം അമ്മ ചേർത്ത് പിടിക്കുവോ സ്നേഹിക്കുവോ ഒന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അമ്മയുടെ സ്നേഹവും ചേർത്ത് പിടിക്കലൊന്നും എനിക്ക് വേണ്ട. അമ്മ എന്നെ എത്രത്തോളം വെറുക്കുന്നോ അത്രത്തോളം വെറുത്തോട്ടെ. പക്ഷെ അമ്മ അനന്തപുരി തറവാട്ടിലെ തറവാട്ടമ്മയായിട്ട്, എല്ലാവർക്കും പ്രിയപ്പെട്ട അമ്മയായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബാക്കിയുള്ളവരെ എല്ലാം ആദർശേട്ടന്റെ അമ്മ സ്നേഹിക്കുന്നുണ്ട്. ആദർശേട്ടന്റെ അമ്മയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഞാനാ. അത് ചിലപ്പം ആദർശേട്ടന്റെ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയലാഞ്ഞിട്ടായിരിക്കും. ആദർശേട്ടന്റെ അമ്മയ്ക്കും സങ്കല്പങ്ങൾ കാണുമല്ലോ. സ്വന്തം മകൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി എങ്ങനെ ആയിരിക്കണമെന്നും ഏത് തരക്കാരി ആയിരിക്കണമെന്നും. അപ്പൊ അങ്ങനെയുള്ള പല സങ്കല്പങ്ങളും തകർത്തുകൊണ്ടാണല്ലോ ഞാൻ കയറി വന്നത്. അതിൽ എന്റെ തെറ്റും കൂടിയില്ലേ. അതുകൊണ്ട് അമ്മേനെ മാത്രം പഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അമ്മയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മ തിരിച്ചു വരട്ടെ. അമ്മ തിരിച്ചു വന്ന് എന്നെ എന്ത് ചെയ്താലും എന്നെ വെറുത്താലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ആദർശേട്ടാ എന്ന് പറയുമ്പോൾ ഇത്രയും നല്ല മനസ്സ് കാണാൻ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞില്ലല്ലോ നയന. എത്ര പറഞ്ഞിട്ടും എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോ നിന്നെ. ഇനിയിപ്പം പ്രവൃത്തിയിലൂടെ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ ദൈവങ്ങളെ ഇനിയും എൻ്റെ അമ്മയോട് ക്ഷമിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ മല ചവിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാണ് കേട്ടോ. അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവയാനിയുടെ ഓപ്പറേഷൻ ഒക്കെ സക്സസ് ആയിട്ട് കഴിയുകയാണ്. അപ്പം ദേവയാനിയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ അവിടെ ആണുങ്ങളാട്ടോ മൊത്തം ഉള്ളത്. നമ്മുടെ അനിയും ജയനും അനിയുടെ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ആദർശം നിൽക്കുകയാണ്. അപ്പം ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സന്തോഷ വാർത്ത തന്നെയാണ്, ഓപ്പറേഷൻ ഏതായാലും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വളരെ റെയർ ആയിട്ട് ഇവിടെ നടക്കാറുള്ളൂ. ഞങ്ങൾക്കും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ദൈവത്തിന്റെ പ്രാർത്ഥനയും പിന്നെ ആ കരൾ കൊടുത്ത ആ കുട്ടിയുടെ സഹായവും ഒക്കെ കാരണമാണ് നിങ്ങളുടെ അമ്മയുടെ ജീവൻ ഇപ്പൊ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ആ കുട്ടിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അവളെന്റെ ഭാര്യ ആണെങ്കിലും ഞാനിപ്പോ ദൈവത്തിന്റെ സ്ഥാനത്താണ് ഡോക്ടറെ കാണുന്നത്. ഏതായാലും ഇപ്പം മോൻ ദൈവത്തിന്റെ സ്ഥാനത്ത് കണ്ടാൽ പോരല്ലോ, അകത്ത് കിടക്കുന്ന ആള് ദൈവത്തിന്റെ സ്ഥാനത്ത് കാണണ്ടേ. അങ്ങനെയാണെങ്കിലല്ലേ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വഴക്ക് അവസാനിക്കുകയുള്ളൂ. ഒരു ഡോക്ടറായി എനിക്ക് ഇതൊന്നും പറയാനുള്ള അവകാശമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ആ ഒരു ഇതൊക്കെ എനിക്കറിയാം. പിന്നെ പലരും പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ബ്ലഡ് കൊടുത്തു, അതുപോലെ കരള് കൊടുത്തു. എന്നിട്ടും അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതത്രയ്ക്ക് ശരിയായ കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ ദേവയാനി അറിയണം. അതാ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം ദേവയാനിയുടെ വളർച്ചയ്ക്കും അത് തന്നെയായിരിക്കും നല്ലത്. ദൈവം ഉണ്ടെന്ന് ദേവയാനി തിരിച്ചറിയണം. ആ ദൈവം നയനയാണെന്നും ദേവയാനി തിരിച്ചറിയണം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആദർശിന്റെ ഭാര്യയെ ആദർശിന്റെ അമ്മ സ്നേഹിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഡോക്ടർ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഓപ്പറേഷൻ സക്സസ് ആയിട്ടൊക്കെ അവസാനിച്ചല്ലോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഏതായാലും ഈ വിവരം നമ്മുടെ അനന്തപുരി തറവാട്ടിലും അറിയുകയാണ്. അനന്തപുരി തറവാട്ടിലും ദേവയാനിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂർത്തിയും വസുന്ധരയും സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം ഡോക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിൽ അഭിപ്രായം തന്നെയാണ് നയനമോളെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും കരള് കൊടുത്തത് നമ്മുടെ നയനയാണെന്ന് അറിയുന്നില്ല കേട്ടോ. കരള് കൊടുത്ത ആ പെൺകുട്ടീനെ കാണണം എന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അനി വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനി വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മൂർത്തി മുത്തച്ഛനോടും വസുന്ധരയോടും കാര്യങ്ങളൊക്കെ പറയുന്നു. ഇത് ജലജ മാറി നിന്ന് കേൾക്കുന്നുണ്ട്. ജലജയാണെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിപ്പോണെന്ന് ഓർത്തിരുന്നാണ്. അപ്പം ജലജ മാറി നിന്ന് കേട്ടിട്ട് ഓഹോ ഇനിയിപ്പം ജീവൻ രക്ഷിച്ചോ, ഇനിയിപ്പം തിരിച്ചിങ്ങോട്ടേക്ക് വരൂലോ എന്ന അർത്ഥത്തിൽ നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ജാനകി അങ്ങനെയല്ല. ജാനകിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ദേവയാനിയോട് വിരോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേവയാനിയെ കുറിച്ച് ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ സന്തോഷമാണ് തോന്നിയത്. ഇതിനോടൊപ്പം തന്നെ അനാമികയും രേവതിയും ഒക്കെ അറിയുന്നുണ്ട് കേട്ടോ. അവര് ഇവിടെ അല്ല ഉള്ളത്. അപ്പം അനന്തപുരിയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ വേണുവിന്റെ രേവതിയുടെ അടുത്താണ് അനാമിക. അപ്പൊ പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് അനന്തപുരിയിലേക്ക് പോകണം. ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്തൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നയനെ അവിടെ അധികാരം പിടിക്കുന്നതിന് മുമ്പ് തന്നെ മോളെ നീ അവിടെ പോയി അധികാരം പിടിക്കണം. അതുപോലെ തന്നെ ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ നീ നോക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഇനിയിപ്പം കിടപ്പ് രോഗിയായ ആ പെണ്ണുപിള്ളയുടെ കാര്യങ്ങൾ നോക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം മോളെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ആ വീട്ടിൽ നിൽക്കണം, എങ്ങനെയെങ്കിലും അനിയുടെ സ്നേഹം നീ പിടിച്ചു പറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനാമിക അമ്പിലും വില്ലിനും അടുക്കുന്നുമില്ല. അപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ
നമ്മുടെ നയന ഇങ്ങോട്ടേക്ക് വരില്ല, നയന നേരെ പോകുന്നത് അങ്ങോട്ടേക്കാണെന്ന്. അപ്പൊ ഇതിനിടയിൽ ഈ വീട് മേടിച്ച കാര്യവും വീട് മേടിച്ചു കൊടുത്ത വിവരങ്ങളും ഒക്കെ അറിയുകയാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയുടെ അവസ്ഥ എന്തായി തീരുന്നറിയില്ല. ഏതായാലും ജലജയും ജാനകിയും അറിയുന്നുണ്ട്. മുത്തച്ഛനും മുത്തശ്ശിയോടും അനി പറയുന്നുണ്ട്. മുത്തച്ഛനും മുത്തശ്ശിക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ട്, കാര്യം നല്ല കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വിശേഷമാണ് നാളെ നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മൾ എന്നും വിശേഷം ഇടുന്നത് പോലെ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നയനിയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് എപ്പിസോഡുകൾ നമ്മൾ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന വേറൊരു ചാനലിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, റിയൽ സ്റ്റോറി. അപ്പൊ അത് നമ്മുടെ ചാനൽ തന്നെയാണ്. അതിൽ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥയും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആഗ്രഹമുള്ളവര് ഒന്ന് കയറി നോക്കി സെർച്ച് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.